ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രം താന്തോന്നി സ്വഭാവമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ വിക്രത്തിന് ഒരു ദിവസം ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ് കേട്ടോ. ആക്സിഡൻറ്റ് സംഭവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മാഷും ടീച്ചറും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷം വേദയാണ് വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കമലം ഏർപ്പാടാക്കിയിരിക്കുകയാണ് കേട്ടോ. ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഭാര്യ വേണം നോക്കാമെന്ന് നമ്മുടെ കമലം വേദയോട് പറയുകയാണ് കേട്ടോ. വേദയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ വിക്രം അടുത്തേക്ക് ചെന്നാൽ വേദയോട് ദേഷ്യപ്പെടുമെന്നൊരു പേടിയുള്ളതുകൊണ്ട് വേദ പിന്നെ പതുക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വേദ വിക്രമിന് മരുന്ന് കൊടുക്കേണ്ട സമയമായപ്പോൾ മരുന്നായിട്ട് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതേപോലെ മുറിവിലൊക്കെ മരുന്ന് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത് കമലം പറഞ്ഞിട്ടാണ് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ വേദ ചെന്ന് കഴിയുമ്പോൾ വിക്രം ആദ്യം ദേഷ്യപ്പെടും, എന്തിനാ ഇങ്ങോട്ട് വന്നത്, എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ നമ്മുടെ വേദയോട് വിക്രം പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയും, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കേണ്ടത് എൻ്റെ കടമയാണ്. നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞാലും ഈ മരുന്ന് നിങ്ങൾ കഴിക്കണം, ഞാൻ ഈ മരുന്ന് നിങ്ങളുടെ മുറിവിലൊക്കെ പരറ്റി തരുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിക്രത്തിനെ അവിടെ പിടിച്ചിരുത്തി നമ്മുടെ വേദ വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു അടിപൊളി സീനും കൂടി നമ്മുടെ പവിത്രത്തിൽ വരാനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.